ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. എടാ മക്കളെ, +2 സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. സോ അത് നിങ്ങൾ കണ്ടു കാണും. എങ്കിലും നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി എപ്പോഴൊക്കെയാണ് എക്സാം, രാവിലെയും ഉച്ച കഴിഞ്ഞും എക്സാമുള്ള ദിവസങ്ങളുണ്ട്. സോ അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മക്കളെ, നിങ്ങൾ എന്തായാലും തോറ്റുപോയ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട സബ്ജക്റ്റ് ഏതാണെന്ന് നിങ്ങൾ തീരുമാനിച്ചു കാണും. സോ അതിനുവേണ്ടി നിങ്ങളൊരു ബുക്ക് എടുക്കുക, പുതിയൊരു ബുക്ക് എടുക്കുക. അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഈ ഏത് ദിവസമാണോ നിങ്ങൾക്ക് എക്സാം ഉള്ളത് ആ ദിവസവും സമയവും എഴുതി വെക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഏത് ദിവസമാണ് നിങ്ങൾക്ക് എക്സാം ഉള്ളതെന്നും അത് രാവിലെയാണോ ഉച്ച കഴിഞ്ഞാണോ എന്നുള്ളത് ആദ്യം എഴുതി വെക്കുക, ആ ദിവസം എഴുതി വെക്കുക. ഫസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഫോണിൽ PDF-ഉം ഇമേജും ഒക്കെ കിടക്കും, പക്ഷെ അത് കാര്യമില്ല. നിങ്ങൾ ഒരു ബുക്കിനകത്ത് എഴുതി വെക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് അത് കിടക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, എൻ്റെ മക്കളെല്ലാവരും ചെയ്യേണ്ടത് ഒരു ബുക്ക് എടുത്തിട്ട് അതിനകത്ത് ഒരു ബുക്ക് നിങ്ങളുടെ നോട്ട് ബുക്കായിട്ട് എടുത്തിട്ട് അതിനകത്ത് എഴുതി വെക്കുക കേട്ടോ. മക്കളെ, സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം 2025 ടൈം ടേബിൾ പറയുവാണ് നിങ്ങൾ ഓരോരുത്തരോടും. നിങ്ങൾ കണ്ടു കാണും. മക്കളെ, ഈ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ക്ലാസ്സുകളും, മാത്സിൻ്റെ ക്ലാസ്സാണ് എടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ഒരു മാസം നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം. ഓക്കെ, ഇനി റിവാലുവേഷൻ ഡീറ്റെയിൽസ്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു മാസം ഇവിടെ തന്നെ നമുക്ക് കൂടാം. ഓക്കെ, പിന്നെ അതേപോലെ മാത്സിൻ്റെ സേ ക്ലാസ്സുകൾക്ക് സേ ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നുണ്ട്. സോ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മക്കളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചിടുക കേട്ടോ. +2 സേ മാത്സ് സേ എന്ന് അയച്ചാൽ മതി. മക്കളെ, 23-ാം തീയതി തുടങ്ങി 27-ാം തീയതി അവസാനിക്കുന്നതാണ് നമ്മുടെ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരു സബ്ജക്റ്റേ സാധിക്കത്തുള്ളൂ. ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാം, അതായത് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാർക്ക് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന എക്സാമാണ് ഇംപ്രൂവ്മെൻറ്റ് എക്സാം. ഓക്കെ, അത് നേരത്തെ ഉണ്ടായിരുന്ന മാർക്ക് നഷ്ടപ്പെടത്തില്ല, കൂടുവാണെങ്കിൽ അത് ഇമ്പ്രൂവ് ആകും. അതാണ് ഇംപ്രൂവ്മെൻറ്റ്. സേ എക്സാം എന്ന് പറയുന്നത് സേ കുട്ടികൾ, തോറ്റുപോയ കുട്ടികൾക്കുള്ള എക്സാമാണ്. അവരുടെ മാർക്ക് എന്താണോ ഇനി കിട്ടാൻ പോകുന്നത് ആ മാർക്കേ എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ രണ്ടു പേർക്കും ഒരേ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. 23/6 മക്കളെ, നിങ്ങളുടെ വേണ്ട ദിവസം ഏതാണോ അത് നോട്ട് ചെയ്യണം കേട്ടോ. 23/6 രാവിലെയാണെന്ന് എക്സാം, ശ്രദ്ധിക്കണം. രാവിലെയാണെന്ന് എക്സാം. 23/6 രാവിലെയാണ്, അന്ന് തിങ്കളാഴ്ച. എക്സാം എന്ന് പറയുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ഓക്കെ, സെക്കൻഡ് ലാംഗ്വേജ് ആണ് എക്സാം, നോട്ട് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് ലാംഗ്വേജ് എഴുതുന്ന കുട്ടികളുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. നെക്സ്റ്റ് 23 അന്ന് ഉച്ച കഴിഞ്ഞ് കെമിസ്ട്രി എക്സാം ഉണ്ട്. അന്ന് ഉച്ച കഴിഞ്ഞാണ് കെമിസ്ട്രി എക്സാം, അതായത് അന്ന് മൺഡേ ഉച്ച കഴിഞ്ഞ് കെമിസ്ട്രി എക്സാം. നെക്സ്റ്റ് 24-ാം തീയതി പിറ്റേ ദിവസം അടുപ്പിച്ചടുപ്പിച്ചാണ് എക്സാം. 24-ാം തീയതി രാവിലെ ഇംഗ്ലീഷാണ് എക്സാം. ഓക്കെ ആണല്ലോ. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജും അന്ന് ഉച്ച കഴിഞ്ഞ് കെമിസ്ട്രി, പിറ്റേ ദിവസം രാവിലെ ഇംഗ്ലീഷ്. പിന്നെ 24-ാം തീയതി അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം, അപ്പോൾ നിങ്ങൾ ഓർത്തോണം അടുപ്പിച്ചടുപ്പിച്ചാണ് ദിവസങ്ങൾ. ഉച്ചയ്ക്ക് ശേഷം കൊമേഴ്സ് കുട്ടികൾക്ക് അക്കൗണ്ടൻസി ഉണ്ട്. പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ നോക്കി എഴുതുക. കൊമേഴ്സ് കുട്ടികൾക്ക് അക്കൗണ്ടൻസി ഉണ്ട്. സയൻസ് കുട്ടികൾക്ക് അന്ന് എക്സാം ഇല്ല, ഉച്ച കഴിഞ്ഞ്. പിന്നെ പിറ്റേ ദിവസം 25-ാം തീയതി ആണ് നമ്മുടെ എക്സാം, മാത്സ് എക്സാം. മക്കളെ, മാത്സിൻ്റെ എക്സാം 25-ാം തീയതിയാണ്. എല്ലാ മക്കളും നോട്ട് ചെയ്ത് വെച്ചേ. 25-ാം തീയതിയാണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള മാത്സ് എക്സാം. അത് രാവിലെയാണ്. നല്ല ഫ്രഷ് ആയിട്ട് പോയി പഠിച്ചെഴുതാൻ പറ്റും, നല്ല കാര്യം. രാവിലെ തന്നെ എക്സാം ഉള്ളത് നല്ല കാര്യമാണ്. ഫ്രഷ് ആയിട്ട് പോയി പഠിച്ചെഴുതാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഈ രാവിലെ എന്ന് പറയുന്ന ആ ദിവസം. ഓക്കെ, പിന്നെ അന്ന് ഉച്ച കഴിഞ്ഞ് മക്കളെ, അന്ന് ഉച്ച കഴിഞ്ഞ് 25/6 മാത്സ് എക്സാം കഴിഞ്ഞ് അന്ന് ഉച്ച കഴിഞ്ഞ് കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്ക് എക്സാം ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്ക് സേ എക്സാം ഉണ്ട്. ബാക്കി ഏതൊക്കെയാണുള്ളതെന്ന് നോക്കുക, നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുക. സയൻസ് അല്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ അന്നുള്ള സബ്ജക്റ്റുകൾ നോക്കാം എക്സാമിനുള്ളത് കേട്ടോ. പിന്നെ 26-ാം തീയതി പിറ്റേ ദിവസം രാവിലെ മക്കളെ, 26-ാം തീയതി രാവിലെ ഫിസിക്സ് എക്സാം ആണ് ഉള്ളത്. രാവിലെ തന്നെ ഫിസിക്സ് എക്സാം. അന്ന് തന്നെ സോഷ്യോളജിയുടെ എക്സാം ഉണ്ട്, അത് നോക്കുക. 26-ാം തീയതി ഉച്ച കഴിഞ്ഞ് കൊമേഴ്സ് കുട്ടികൾക്ക് എക്കണോമിക്സ് ഉണ്ട്. ഓക്കെ, അന്ന് സയൻസ് കുട്ടികൾക്ക് എക്സാം ഇല്ല, ഫിസിക്സ് മാത്രമേ ഉള്ളൂ. സമാധാനമായിട്ട് പഠിക്കാം. പിന്നെ 27-ാം തീയതി ലാസ്റ്റ് നമ്മുടെ എക്സാം. 27-ാം തീയതി രാവിലെ ബയോളജിയാണ് നമ്മുടെ എക്സാം. സോ അന്ന് പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. ഓക്കെ, ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നോക്കുക. മക്കളെ,
ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ഏത് എക്സാമാണ് ഏത് ദിവസമാണെന്നുള്ളത് നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്ത് അതിനകത്ത് എഴുതി വെക്കുക. എല്ലാ മക്കളും എഴുതി വെക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ മക്കളെ. പിന്നെ അതോടൊപ്പം നമ്മുടെ എക്സാം ടൈം അതൊന്ന് നോട്ട് ചെയ്യണം നിങ്ങൾ. പ്രാക്ടിക്കൽ ഇല്ലാത്ത എക്സാമിന് രാവിലെയുള്ള എക്സാം ഉണ്ടല്ലോ, അതൊക്കെ 9:30 തുടങ്ങും, 12:15 വരെയാണ് സാധാരണ സമയം തന്നെ. ഉച്ച കഴിഞ്ഞാണെങ്കിൽ അത് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 4:45 വരെ ഉണ്ട്. കൂൾ ഓഫ് ടൈമും കൂടെ കൂട്ടിയാണ് പറയുന്നത് കേട്ടോ. പിന്നെ പ്രാക്ടിക്കൽ ഉള്ള എക്സാം ഉണ്ട് അല്ലേ, എന്ന് പറഞ്ഞാൽ ബയോളജി, പിന്നെന്താണ്, ബയോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്. അങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്ക് 9:30 തൊട്ട് 11:45 വരെയാണ്, നിങ്ങൾക്ക് അറിയാം. പിന്നെ അത് ഉച്ച കഴിഞ്ഞാണെങ്കിൽ 2 മണി തൊട്ട് 4:15 വരെയാണ്. അപ്പോൾ ടൈം നോക്കിക്കോണം. സാധാരണ നേരത്തെ തന്നെ എത്തുക, സാധാരണ നടക്കുന്ന സമയം തന്നെ. ഓക്കെ. പിന്നെ ബോട്ടണിക്ക് സുവോളജിക്കും 10 മിനിറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, നേരത്തെ നടന്ന പോലെ തന്നെയാണ്. അപ്പോൾ ടൈം മാറരുത്. ഈ രാവിലെ ഉച്ച കഴിഞ്ഞുള്ള കാര്യങ്ങൾ തെറ്റിപ്പോയില്ല കേട്ടോ. അതുകൊണ്ട് അത് നോട്ട് ചെയ്യുക. എല്ലാവരും പോയി നന്നായിട്ട് എക്സാം എഴുതുക. അപ്പോൾ ടൈം ടേബിൾ വന്നിട്ടുള്ള കാര്യം എല്ലാവരും ഒന്ന് അറിയിച്ചേക്കാം മക്കളെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് പല വീഡിയോസ് ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.